പ്രിയമുള്ളവരെ, ബാത്കോൾ ബിബ്ലിക്കൽ സ്റ്റഡീസിൻ്റെ 18ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ 3ാമത്തെയും 4ാമത്തെയും ദിവസത്തെ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കാം എന്ന് വിചാരിക്കുന്നു. 3ാമത്തെ ദിവസത്തെക്കുറിച്ച് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 1ാമത്തെ അധ്യായം വാക്യങ്ങൾ 9 മുതൽ 13 വരെ. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 3ാം ദിവസം. അപ്പോൾ 3ാം ദിവസത്തെക്കുറിച്ചുള്ളൊരു വിവരണമാണ് നമ്മൾ കേട്ടത്. തിങ്കളാഴ്ച ആരംഭിച്ച പ്രവൃത്തി ചൊവ്വാഴ്ച പൂർത്തിയാക്കിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ അതുവരെയും ഭൂമി കാണപ്പെടുന്നില്ലായിരുന്നു. ഭൂമി സൃഷ്ടിക്കപ്പെട്ടു, പക്ഷേ ഭൂമി വെള്ളത്തിനടിയിലായിരുന്നു. ഭൂമി ഉണങ്ങിയിരുന്നില്ല, ഭൂമി നനഞ്ഞിരുന്നു. കാരണം വെള്ളം കൊണ്ട് മൂടപ്പെട്ട ഒരു ഭൂമിയായിരുന്നു. സോ ലെറ്റ് ദ ഡ്രൈ ലാൻഡ് ബി സീൻ, അങ്ങനെയാണ് പറയുന്നത്. കര കാണപ്പെടട്ടെ, കര വിസിബിൾ ആകട്ടെ. അങ്ങനെ കരയെ കാണത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ കാണത്തക്ക രീതിയിൽ കര പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? വെള്ളമെല്ലാം ഒരിടത്ത് നിൽക്കുവാനായിട്ട് വെള്ളത്തിന് പ്രത്യേകമായ ഒരു അതിര് കൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. വെള്ളത്തിന് ദൈവം അതിരുകൾ വച്ചു. അങ്ങനെ അതിര് വയ്ക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ദൈവത്തിൻ്റെ പേര് എൽ ഷദായി എന്ന് നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. എൽ ഷദായി എന്നാൽ എൻ്റെ അർത്ഥം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് സർവശക്തനായ ദൈവം. എന്താണ് ഈ ദൈവത്തിൻ്റെ സർവശക്തിയുടെയും ഉറവിടം? അല്ലെങ്കിൽ ദൈവം സർവശക്തനാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഏതൊരു ശക്തിയോടും മതി, ഇറ്റ്സ് ഇനഫ് എന്ന് പറയാൻ കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കാറ്റും കോളും എല്ലാം വന്നപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് വിറച്ചപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? അടങ്ങൂ. അടങ്ങൂ എന്ന് പറഞ്ഞത് കാറ്റിന് അടങ്ങാതിരിക്കാൻ പറ്റില്ല. ഈശോയുടെ ഒരു ചെറിയ കൽപ്പനയാൽ കാറ്റടങ്ങുന്നു. അതാണ് ദായിനു എന്ന് നമ്മൾ പറയുന്നത്. ദായി എന്ന വെർബിൽ നിന്നാണ് ഈ പദം അൽ ഷദായി എന്ന വാക്ക് ഉണ്ടാകുന്നത്. ഇറ്റ്സ് ഇനഫ്, ഇത് മതി എന്ന അർത്ഥത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും ഒരു അതിര് വെച്ചുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈവൻ ദ റിസോഴ്സസ് ആൻഡ് ദ സഫറിങ്സ് ആർ സെറ്റ് വിത്ത് എ ലിമിറ്റ് എന്നാണ് റബിമാർ പറയുന്നത്. എല്ലാത്തിൻ്റെയും റിസോഴ്സസ്, ഇപ്പോൾ സൂര്യൻ്റെ ആ ശക്തി, അതിനൊരു പരിധിയുണ്ട്. കടലിൻ്റെ അതിര്, അതിനൊരു പരിധി ഇട്ടു. അങ്ങനെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇനി മനുഷ്യ ജീവിതത്തിലേക്ക് വന്നാലോ, മനുഷ്യൻ്റെ റിസോഴ്സസ് ഉണ്ട്. നമ്മുടെ വിഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ടാലൻസ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, അതിനുമുണ്ട് ഒരതിര്. ഇനി നമ്മുടെ പോരായ്മകളോ, അതിനും ഒരു അതിരുണ്ട്. എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഇനി നമ്മുടെ വേദനകളോ, ഈവൻ ദാറ്റ് ഹാസ് എ ലിമിറ്റ്. വേദനകൾക്ക് പോലും അതിരുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിര് വയ്ക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. എന്നാൽ ഈ സമുദ്രത്തെക്കുറിച്ചൊരു പ്രത്യേകതയുള്ളത്, സമുദ്രം പലപ്പോഴും അതിര് തെറ്റിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. പലപ്പോഴും അതിര് തെറ്റിക്കുന്നവനാണ് ഈ സമുദ്രം. എന്തുകൊണ്ടാണ് സമുദ്രം അതിര് തെറ്റിക്കുന്നത്?
അത് മനുഷ്യൻ അവൻ്റെ അതിരുകൾ തെറ്റിക്കുമ്പോഴാണ്. എന്നുവെച്ചാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പലപ്പോഴും ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം വേദനിച്ചു, വിഷമിച്ചു. അത് വേണ്ടായിരുന്നു എന്ന് ദൈവം ചിന്തിച്ച ചില സമയങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിച്ചു. കാരണം എന്താ? ദൈവം മനുഷ്യന് കൊടുത്ത അതിരുകളെ അവൻ മാനിക്കുന്നില്ല, അവൻ അതിര് വിട്ട് പെരുമാറുന്നു. അങ്ങനെ മനുഷ്യൻ അതിരുവിട്ട് പെരുമാറുമ്പോൾ സമുദ്രവും അതിരുവിട്ട് പെരുമാറുന്നു. അങ്ങനെയാണ് പ്രളയമുണ്ടാകുന്നതായിട്ട് പലപ്പോഴും നമ്മൾ വായിക്കുന്നത്. ഈ പ്രളയക്കെടുതികളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഇവിടെ ഒരു അതിരുവിടുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. പലയിടത്തും അതിരുവിട്ട് പോകുന്ന ഒരനുഭവം. അതുകൊണ്ട് ദൈവം നിശ്ചയിച്ച അതിരുകളെ മനുഷ്യൻ മാനിക്കുക, അപ്പോൾ പ്രകൃതിയും ആ അതിരുകളെ മാനിക്കും എന്ന അർത്ഥത്തിലാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ഭൂമി ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളോട് വളരെയേറെ താതാത്മ്യപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സൃഷ്ടിയാണ്. എന്നാൽ സമുദ്രം പലപ്പോഴും ദൈവത്തിനെതിരെ നിൽക്കുന്ന ശക്തിയോട് കൂടി ജോലി ചെയ്യുന്നുണ്ട് എന്നൊരു ധ്വനി പലയിടങ്ങളിലും ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാകും. അതാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം, യോർദാൻ അക്കരയ്ക്ക് പോകാനായിട്ട് ഈശോ പരിശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ കടലിളകുകയാണ്. ഈശോയെ തടയാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യമം ഈ കടൽ നടത്തുന്നത് പോലെയാണ്, ഒരു പേഴ്സോണിഫൈഡാണ്. അതുകൊണ്ടാണ് കടലിനോട് അടങ്ങും എന്ന് പറയുമ്പോഴേക്കും കടൽ അടങ്ങുന്നത്. ഈ കടൽ എപ്പോഴും, സമുദ്രം എപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ, ദൈവജനത്തിൻ്റെ വഴിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു ശക്തിയായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഭൂമിയെക്കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. ഭൂമിയെക്കുറിച്ച് പറയുന്നത്, ഭൂമി എന്ന വാക്ക് തന്നെ ആരറ്റ്സ് എന്നാണ്. റത്സ എന്ന ആ ധാതുവിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഡിസയർ എന്നാണ്. ടു ഡിസയർ മീൻസ് ദ എർത്ത് ഡിസയേർഡ് ടു ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് ദൈവത്തോട് സഹകരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഈ ഭൂമിക്കുണ്ട് എന്നാണ് സേജസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി സർവം സഹയായ ഭൂമി എന്നൊക്കെ നമ്മൾ നമ്മുടെ തന്നെ സാഹിത്യ ഭാഷയിൽ പറയാറുണ്ടല്ലോ. സർവം സഹയായ ഭൂമി, അല്ലെങ്കിൽ എന്ത് നികഷ്ടതയും സ്വീകരിക്കുന്ന, അതിനെ സ്വീകരിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഭൂമി. അപ്പോൾ ദൈവത്തിന് പകരം നിൽക്കുവാൻ കഴിവുള്ള ഒരു ഭൂമി. അപ്പോൾ ഭൂമിയെ ദൈവം ആദ്യമേ തന്നെ സൃഷ്ടിച്ചിരുന്നു. റഷ്വാം പറയുന്നത്, എർത്ത് ഹാഡ് ബീൻ ക്രിയേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ, ബട്ട് ഇറ്റ് വാസ് നീദർ വിസിബിൾ nor dry until the waters were commanded to assemble in their designated areas. എന്നുവെച്ചാൽ ആദ്യ ദിവസം തന്നെ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ആ ദിവസം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിലും മനുഷ്യന് ഇത് വിസിബിൾ അല്ല, മറ്റുള്ളവർക്ക് വിസിബിൾ ആയിരുന്നില്ല. കാരണം കടൽ അതിൻ്റെ മീതെ ആയിരുന്നു. അപ്പോൾ കടലിലുള്ള ജലത്തോട്, താഴെയുള്ള ജലത്തോട് ഒരു പ്രത്യേക ഇടങ്ങളിൽ ഒരുമിച്ച് കൂടാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. അങ്ങനെ സമുദ്രമുണ്ടാകുന്നു, അങ്ങനെ ഭൂമി ഉണ്ടാകുന്നു. ഈ ഭൂമി എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുവാൻ കഴിവുള്ളവനാകുന്നു. അതെങ്ങനെയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ഒരു റബീനിക് ചിന്തയുണ്ട്, ഒരു മിഡ്രാഷുണ്ട്. ബെരേഷിത് റബ്ബ എന്ന് പറയുന്ന 5:7 ഈ മിഡ്രാഷ് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം ഒരു കല്ലാണ് സൃഷ്ടിക്കുന്നത് ആദ്യം. ഗോഡ് ബിഗാൻ ബൈ ക്രിയേറ്റിംഗ് വൺ റോക്ക്. ദൈവം ഒരു കല്ല് സൃഷ്ടിക്കുന്നു. കല്ല് സൃഷ്ടിക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഈ കല്ല് വളരെ പെട്ടെന്ന് അത് അങ്ങ് എക്സ്പാൻഡ് ആകുകയാണ്, വളരെ പെട്ടെന്ന്. ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദ ഡിസയർ ഓഫ് ഗാഡ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സൃഷ്ടിയിൽ ദൈവം, ഈശോ തൻ്റെ സഭയെ സൃഷ്ടിക്കുമ്പോൾ പറയുന്നത്, പത്രോസേ നീ പാറയാണ്. ഈ പാറ എന്ന് വെച്ചാൽ വെറുതെ അങ്ങ് പാറയായിട്ട് നിൽക്കാനുള്ള പാറയല്ല. ഈ പാറ ഇങ്ങനെ വളരെ പെട്ടെന്ന് വളരാനുള്ള ഒരു പാറയാണ്. അതാണ് ദൈവജനം പാറയാണ്, കല്ലാണെന്നൊക്കെ പത്രോസ്ലീഹ പറയുന്നത്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് ചെറിയ സൂചനകളൊക്കെ നമ്മൾ നൽകിയതാണ്. അപ്പോൾ ഈ ഭൂമിയെപ്പോലെ എങ്ങനെ എക്സ്പാൻഡഡ് ആകണം,
ഭൂമി ഇപ്പോഴും ഇങ്ങനെ എക്സ്പാൻഡഡായി, കല്ലിങ്ങനെ എക്സ്പാൻഡഡ് ആയതുപോലെ മനുഷ്യൻ, നമ്മളിലുള്ള ദൈവികത, നമ്മളിലുള്ള ദൈവരാജ്യം ഇങ്ങനെ എക്സ്പാൻഡഡ് ആകണം. അങ്ങനെ ഭൂമിയെപ്പോലെ സർവം സഹിച്ചുകൊണ്ട് എക്സ്പാൻഡഡ് ആകാനുള്ള ഒരു കഴിവ് മനുഷ്യർക്ക് ദൈവം നൽകുന്നു. ആ കഴിവിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം എൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോഴാണ്. അപ്പോൾ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദൈവം എല്ലാത്തിനും ഒരു ജനറേറ്റീവ് കപ്പാസിറ്റി കൊടുത്താണ് സൃഷ്ടിക്കുന്നത്. ഓരോ ജീവനും അതിൻ്റെ ജീവനിൽ നിന്ന് മറ്റൊരു ജീവനെ അല്ലെങ്കിൽ കുറേ അധികം ജീവനെ, മൾട്ടിപ്ലൈ എന്ന വാക്ക് കൊണ്ടുപയോഗിക്കുന്ന അതിനെ അർത്ഥമാക്കുന്നത് എന്താണ്? ഒന്ന് മറ്റൊന്നിനെ റീപ്രൊഡ്യൂസ് ചെയ്താൽ പോരാ, മൾട്ടിപ്പിളായിട്ട് വളരെയേറെ അത് വംശവർദ്ധനവ് നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫോഴ്സ്, അതെന്ത് ഫോഴ്സാണ്? അത് ഇർറിപ്രസിബിൾ എർജ് ടു റീപ്രൊഡ്യൂസ്, ടു ക്രിയേറ്റ് ലൈഫ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഓൺ ലൈഫ്. ഓരോ ജീവനും അതിൻ്റെ ജീവനിൽ നിന്ന് മറ്റൊരു ജീവനെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഇറിപ്രസിബിൾ ഏർജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് തടയാൻ പറ്റാത്ത, മറ്റൊരാൾക്ക് തടയാൻ പറ്റാത്ത, അല്ലെ അയാൾക്ക് തന്നെയും തടയാൻ പറ്റാത്ത ഒരു വല്ലാത്ത ഒരു ഏർജ്, ഒരു ശരീരത്തിൻ്റെ ഒരു കാമന, അല്ലെങ്കിൽ അതിൻ്റെ കഴിവ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയാണ് ദൈവം എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ചെടികളാണെങ്കിൽ ചെടികളുടേതായ രീതിയിൽ അതിൻ്റെ വംശവർദ്ധനവ് നടത്തുന്നു. മൃഗങ്ങളാണെങ്കിൽ മൃഗങ്ങളുടേതായ രീതിയിൽ അതിൻ്റെ വംശവർദ്ധനവ് നടത്തുന്നു. അങ്ങനെ വംശത്തിന് സ്വന്തമായ ജീവന് ഉള്ള ജീവൻ അതിനെ പരിപോഷിപ്പിക്കുവാൻ മാത്രമല്ല, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, പ്രത്യുൽപാദനപരമായിട്ട് ഉപയോഗിക്കാനുള്ളൊരു കഴിവ്, ഒരു പ്രത്യുൽപാദന ശക്തി ദൈവം കൊടുത്താണ് ഈ മനുഷ്യനെയും എല്ലാത്തിനെയും, മനുഷ്യ മാത്രമല്ല മൃഗങ്ങളെയും, എവറിഥിങ് ദാറ്റ് ഹാസ് ലൈഫ് ഹാസ് ദ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ലൈഫ്. അങ്ങനെയാണ് ദൈവം സൃഷ്ടിക്കുന്നത്. അല്ലെങ്കിൽ ക്രിയേറ്റർ ഒരു പ്രത്യേകമായൊരു ക്രിയേറ്റീവ് പവർ കൊടുത്താണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത്. അത് വളരെ ക്രിയാത്മകമായിട്ട് അത് ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ക്രിയേറ്റീവ് പവർ അതിൽ തന്നെ ഒരു കിട്ടുന്ന ഒരു ശക്തിയല്ല. പക്ഷെ ദൈവം ഈ ശക്തി കൊടുക്കുമ്പോഴാണ് അതിനത് ആ ക്രിയേറ്റീവ് പവർ കിട്ടുന്നത്. ദൈവത്തിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്രിയേറ്റീവ് പവറല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ദൈവമാണിത് നൽകുന്നത്. ഇവിടെ ഒരു ചെറിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ചെറിയ വൈരുദ്ധ്യം മോഡേൺ സ്കോളേഴ്സ് കാണുന്നുണ്ട്. മോഡേൺ സ്കോളേഴ്സ് ഇവിടെ കാണുന്ന ഒരു വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അവരുടെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാകുന്നു. എന്താണ് അവർ കാണുന്ന വൈരുദ്ധ്യം? ആദ്യ വായനയിൽ ഈ വൈരുദ്ധ്യം നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. ഒന്നിവിടെ ദൈവം എല്ലാത്തരം ചെടികളെയും അല്ലെങ്കിൽ വിത്തുൽപാദിപ്പിക്കുന്ന എല്ലാ ലതാദികളെയും വൃക്ഷങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വേറൊരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല, കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കുന്നത്, മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പുല്ലും മറ്റ് വൃക്ഷങ്ങളൊക്കെ മുളയ്ക്കുന്നതെന്നാണ്. എന്നാൽ ആദ്യ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ഇതെല്ലാം മുളച്ചിരിക്കുന്നു, ഇതെല്ലാം ഉണ്ടായി എന്ന് പറയുന്നു.
അപ്പം ഇതൊരു വൈരുദ്ധ്യമല്ലേ? അതുകൊണ്ടാണ് ഈ മോഡേൺ സ്കോളർഷിപ്പ് പറയുന്നത് രണ്ട് മൂലങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ രണ്ട് സ്രോതസ്സുകളിൽ നിന്നും, രണ്ട് സോഴ്സസുകളിൽ നിന്നും, രണ്ട് ഉറവിടങ്ങളിൽ നിന്നായിരിക്കാം ഇത് വന്നിട്ടുള്ളത്. രണ്ട് കഥ കൂട്ടിച്ചേർത്തതായിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു വൈപരീത്യം, ഒരു കോൺട്രഡിക്ഷൻ ഒക്കെ, വൈരുദ്ധ്യമൊക്കെ കാണാനായിട്ട് പറ്റുന്നത് എന്നാണ്. എന്നാൽ സെയ്ജസിന്, അല്ലെങ്കിൽ യഹൂദ മനസ്സിൽ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ല. ഈശോയ്ക്കും ശിഷ്യന്മാർക്കും ഈ വചനം വായിക്കുമ്പോൾ ദേ നെവർ ഫെൽറ്റ് ഇറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ അവർക്കുള്ളതായിട്ട് അനുഭവപ്പെട്ടില്ല. കാരണം എന്താണ്? അവരെങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയത്? ഒരു ജൂയിഷ് ട്രഡീഷനിൽ എങ്ങനെ മനസ്സിലാക്കി, ഒരു ജൂയിഷ് റിസോഴ്സസിൽ എങ്ങനെ മനസ്സിലാക്കി എന്നാണ് നമ്മൾ ഈ പഠനത്തിലൂടെ കൂടുതൽ ഒരു ഉൾക്കാഴ്ച തേടാനായിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ ഈ ബാത്കോൾ സ്റ്റഡീസിൻ്റെ ഒരു പ്രത്യേകതയും. ഒരു ജൂയിഷ് മിലുവിൽ നിന്ന്, യഹൂദ കാഴ്ചപ്പാടിൽ നിന്ന് ഈ പഴയ നിയമം എന്ന് പറയുന്ന ഈ വചനഭാഗത്തെ, ഈ തോറായെ അല്ലെങ്കിൽ ഈ തനാക്കിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം യഹൂദൻ എങ്ങനെ ഇതിനെ മനസ്സിലാക്കി എന്ന് നമ്മൾ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഇതിന് ശരിയായ അർത്ഥം എന്തായിരുന്നു എന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിനൊരു വ്യത്യാസമായ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, ഒരു മിസ്റ്റിക്കൽ നോളജ്, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു സോത് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ദൈവത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നുള്ള ഒരു ഉൾക്കാഴ്ച സ്വീകരണം, അങ്ങനെ ഉൾക്കാഴ്ചകൾ കണ്ടെത്തുക. ആ ഉൾക്കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഈ വചന പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഈ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ മോഡേൺ സ്കോളർഷിപ്പ് വേണ്ടാന്ന് വയ്ക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് സിങ്ക്രണൈസ് ചെയ്ത്, രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത്, രണ്ടും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിച്ചു പഠിക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെതായിട്ടുള്ള ആഴങ്ങളിലേക്കും അതിൻ്റെ പൊരുളുകളിലേക്കും കൂടുതൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ വൈരുദ്ധ്യം എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിനെ നമ്മൾ ഒന്ന് ചേർത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വൈരുദ്ധ്യമില്ലാതെ നമ്മളത് മനസ്സിലാക്കുന്നത്? അത് റാവ് അസി എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അല്ലെങ്കിൽ ഒരു സെയ്ജ്, താൽമുഡിക് സെയ്ജ്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: The herbs began to grow on the third day as they had been commanded, but stopped before broke through the soil. It remained for Adam to pray for them, whereupon the rain fell and the growth was completed. It teaches that the Lord longs for the prayers of the righteous. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം തന്നെ ഈ സസ്യങ്ങളും സസ്യലതാദികളും വൃക്ഷങ്ങളും എല്ലാം ഉണ്ടായി. ആദ്യത്തെ ദിവസം കരയുണ്ടായതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ഇതെല്ലാം ഉണ്ടായി. പക്ഷെ ഉണ്ടായത് എവിടാണ്? ഇത് ഭൂമിയുടെ ഗർഭത്തിലാണുള്ളത്. ഇറ്റ് നോട്ട് കം ഔട്ട്. ഭൂമിയുടെ മുകളിലേക്ക് അത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഭൂമിയിൽ അതുണ്ട്. നമ്മൾ പാടുന്ന പോലെ മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. മഴ വിത്തിനെ കൊണ്ടുവരികയല്ല ചെയ്യുന്നത്, വിത്ത് ഓൾറെഡി ആ ഭൂമിയിലുണ്ട്. മഴ പെയ്യുമ്പോൾ ആ വിത്തിന് അനുകൂലമായൊരു സാഹചര്യം വന്നപ്പോൾ ആ വിത്ത് പൊട്ടിമുളച്ചതുപോലെ ഈ ഭൂമിയിലെ ഈ വിത്തുകൾ മറ്റൊന്നിനോ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നത്? ആദത്തിൻ്റെ രംഗപ്രവേശനം. ആദത്തിൻ്റെ രംഗപ്രവേശനം. അതിനുശേഷം ആദം കടന്നു വന്ന് ഈ മഴയ്ക്കായി, ഈ ഭൂമിയിലേക്ക് മഴ പെയ്യ്ക്കാനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ മഴ പെയ്യ്ക്കാനായിട്ട് ആദം പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുകയും ഈ വിത്തുകൾ മുളയ്ക്കാനായിട്ട് ഇടയാകുകയും ചെയ്യുന്നു. അതുവഴിയായിട്ട് ഈ വചനം നമ്മോട് എന്താണ് പഠിപ്പിക്കുന്നത്? ഈ വചനം മനോഹരമായൊരു കാര്യം പഠിപ്പിക്കുകയാണ്. ഇറ്റ് ടീച്ചസ് ദാറ്റ് ദ ലോർഡ് ലോങ്സ് ഫോർ ദ പ്രയേഴ്സ് ഓഫ് ദ റൈച്ചിയസ്. നീതിമാന്മാരുടെ
പ്രാർത്ഥനകൾ കേൾക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കുകയാണ്. നീതിമാന്മാർക്കെല്ലാം നന്മകളും ചെയ്യാനായിട്ട് തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് വസന്തവൃക്ഷിയുടെ കാലത്ത് നിങ്ങൾ മഴയ്ക്കായി പ്രാർത്ഥിക്കുവിൻ. നമുക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. ഈ മഴ പെയ്യേണ്ട കാലത്ത്, മഴക്കാലത്ത് നമ്മൾ എന്തിനാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പക്ഷെ ദൈവവചനം പറയുന്നത് മഴക്കാലത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. വേനൽക്കാലത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ സാങ്കത്യം നമുക്ക് മനസ്സിലാവും. എന്നാൽ മഴക്കാലത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം, നിന്റെ പ്രാർത്ഥന, നിനക്കൊരു കാര്യം തരാനായിട്ട് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നിന്റെ പ്രാർത്ഥന, നിന്റെ ആവശ്യം കൂടെ അതിനകത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിന് തരുന്നതിൽ വളരെയേറെ സന്തോഷം. ഒരു ഉദാഹരണം എനിക്ക് തോന്നിയത്, ഞാൻ ഈ ബൈബിൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്നോട് അച്ഛാ അടുത്ത ക്ലാസ് എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് ക്ലാസ്സുകൾ ഒരുങ്ങി നിങ്ങൾക്കത് തരുവാനായിട്ട് ശ്രമിക്കും. എനിക്ക് നിങ്ങളോട് ഇത് സംവേദിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് വളരെ പെട്ടെന്നത് തരുവാനായിട്ട് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിടത്ത് കുട്ടികൾ വരുമ്പോൾ മിഠായിയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ മിഠായി ചോദിക്കുകയാണെങ്കിലോ വളരെ വേഗം, വളരെ സന്തോഷത്തോടെ നമ്മൾ ആ മിഠായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊടുക്കാൻ മറന്നു എന്ന് വന്നേക്കാം, അല്ലെങ്കിൽ കൊടുത്തില്ല എന്ന് വന്നേക്കാം. കാരണം അവർ ആവശ്യപ്പെട്ടില്ലല്ലോ. ഇതുപോലെ നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നന്മയ്ക്ക് വേണ്ടിയും, അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും, ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടിയും, ദൈവരാജ്യത്തിന് വേണ്ടി. അതാണ് എപ്പോഴും നിങ്ങൾ ദൈവരാജ്യത്തിനും അതിൻ്റെ മഹത്വത്തിനും വേണ്ടി അധ്വാനിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ ഈശോ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം. മധ്യസ്ഥ പ്രാർത്ഥനയുടെയൊക്കെ ഒരു വലിയ വില നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് അബ്രാഹാമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, സൊദോം ഗൊമോറയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ലോത്തിനെ എങ്കിലും രക്ഷിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. സോ ഗോഡ് ലോങ്സ് ഫോർ ദ പ്രേയേഴ്സ് ഓഫ് ദ റൈച്ചസ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഇനി ഈ വിത്ത് ഉൾക്കൊള്ളുന്ന ഈ ജീവജാലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം തോറ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 19-ാം വാക്യത്തിൽ, നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും വിത്തിനങ്ങളെയോ മൃഗങ്ങളെയോ തമ്മിൽ കൂട്ടിച്ചേർക്കരുത്. പുതിയ വംശം ഉണ്ടാക്കാൻ വേണ്ടി 2 വിത്തുകൾ കൂട്ടിച്ചേർക്കരുത്, 2 മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. കാരണം ദൈവം സൃഷ്ടിച്ച ഒരു ഐഡൻറ്റിറ്റി, അതിൻ്റെ തനതാത്മകത ഈ ഭൂമിയിൽ നിലനിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ഇനി 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 4-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, അന്ന് ബുധനാഴ്ച സൂര്യനും ചന്ദ്രനുമെല്ലാം സൃഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രകാശഗോളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. തൊട്ട് തലേന്നാൾ ഈ വൃക്ഷലതാദികളെല്ലാം സൃഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ കര സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ ചൊവ്വാഴ്ച, ആ ചൊവ്വാഴ്ചയുടെ സൃഷ്ടി കഴിഞ്ഞിട്ട് ബുധനാഴ്ചയിലേക്ക് വരുമ്പോഴാണ് സൂര്യചന്ദ്രന്മാരെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. വാക്യങ്ങൾ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദൈവം വീണ്ടും അരുൾ ചെയ്തു, രാവും പകലും വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനങ്ങളിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു, പകലിനെ നയിക്കാൻ വലുത്, ഭൂമിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കുവാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കുവാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 4-ാം ദിവസം. ഇതുവരെ ഉള്ളതിൽ വളരെ സുദീർഘമായ ഒരു വിവരണമാണ് ഈ 4-ാം ദിവസത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. ഈ 4-ാം ദിവസത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം പല രീതിയിൽ പറഞ്ഞ് സൂചിപ്പിച്ചു പോയിട്ടുള്ള ഒരു ദിവസമാണ് 4-ാം ദിവസം. 4-ാം ദിവസത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ആരാണ്? 2 മഹാദീപങ്ങളാണ്.
ഈ മഹാദീപങ്ങളുടെ പേരെന്താണെന്ന് പറയുന്നില്ല. കേൾവിക്കാരനത് മനസ്സിലാകും എന്താണ് ഈ മഹാദീപങ്ങൾ എന്ന്. പകലിനെ നയിക്കാനുള്ള മഹാദീപം, രാത്രിയെ നയിക്കാനായിട്ട് വേറൊരു മഹാദീപം. അങ്ങനെ വലിയ 2 ദീപങ്ങളെ ദൈവം സൃഷ്ടിക്കുകയാണ്. ഈ 2 ദീപങ്ങൾ സൂര്യനും ചന്ദ്രനുമാണ് നമുക്കറിയാം. പക്ഷെ സൂര്യൻ എന്ന പേര് പറയുന്നില്ല. ഹീബ്രു ഭാഷയിലെ സൂര്യന് ഷമാഷ് എന്നാണ് പറയുന്നത്. ഈ ഷമാഷിൻ്റെ പേര് പറയുന്നില്ല. മൂണിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പേര് യാറീഖ് എന്ന പേര് അവിടെ പറയുന്നില്ല. കാരണം എന്താണ്? ഈ സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ദൈവങ്ങളായി ആരാധിച്ചിരുന്ന വിജാതീയരുടെ ഇടയിലാണ് ഇസ്രായേൽക്കാർ ജീവിച്ചിരുന്നത്. വിജാതീയ ദൈവങ്ങളുടെ പേരുകൾ നിങ്ങളുടെ ഇടയിൽ കേൾക്കുക പോലും അരുത്, അത് സംസാരിക്കാൻ പാടില്ല എന്ന കൽപ്പന ഉള്ളതുകൊണ്ട് ഇവരുടെ പേരുകൾ പോലും പറയാതെ അവയുടെ ആ ഫങ്ഷനെക്കുറിച്ച് പറയുകയാണ്. അവരുടെ ഫങ്ഷൻസ് എന്താണ് ഇവരുടെ രീതികൾ, എന്താണ് ഇവർ ചെയ്യേണ്ടത്. ഇവർ ചെയ്യേണ്ടത് ഋതുക്കളും ദിനങ്ങളും വത്സരങ്ങളും എന്നിവയ്ക്കുള്ള അടയാളമായി വർത്തിക്കണം. ഭൂമിയെ പ്രകാശിപ്പിക്കുവാനായിട്ട് ഇവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അടയാളങ്ങളായിട്ട് വർത്തിക്കുക എന്നുള്ളതാണ്. ഇവരെല്ലാം എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? ചിലർ പറയുന്ന, പ്രത്യേകിച്ച് ഹഗിയ എന്ന് പറയുന്ന മിഡ്രാഷിൽ നമ്മൾ വായിക്കുന്നത് ഇവർ 1-ാം ദിവസം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നാണ്. രാശിയും തന്നെയാണ് പറയുന്നത്. ഈ all the potentials of heaven and earth were created on the first day, but each was set in place on the day when it was so commanded. എല്ലാം 1-ാം ദിവസം തന്നെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അവനെയെല്ലാം ഓരോ സ്ഥലത്ത് ഇങ്ങനെ ക്രമീകരിച്ച് വെക്കുന്ന ഒരു സമയം, ആ സമയങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായെന്നേ ഉള്ളൂ. അങ്ങനെ വില്ല ഗവോൺ എന്നറിയപ്പെടുന്ന ഒരു ചിന്തകനുണ്ട്, കബലിസ്റ്റിക് ചിന്തകനാണ്. അദ്ദേഹം പറയുന്നത് ഈ ക്രിയേഷൻസിനെല്ലാം ഒരു ഇണയുണ്ട്. Creations of first 3 days are and those of next 3 days are paralleled and complemented one another. ആദ്യം സൃഷ്ടിച്ച 3 ദിവസത്തെ സൃഷ്ടിയുണ്ടല്ലോ, ആ സൃഷ്ടിയോട് കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് പിന്നീട് വരുന്ന 3 ദിവസത്തെ സൃഷ്ടി. എന്ന് പറഞ്ഞാൽ ലൈറ്റ് വാസ് ക്രിയേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം തന്നെ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ടോ luminaries were set on the 4th day. പ്രകാശം ആദ്യത്തെ ദിവസം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും ഈ ദീപങ്ങളെ ഓരോ ഇടങ്ങളിൽ വയ്ക്കുന്നത് എന്നാണ് അത് 4-ാം ദിവസമാണ്. അല്ലെങ്കിൽ സൂര്യനെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത് അത് 4-ാം ദിവസമാണ്. ഇനി 2-ാം ദിവസം എന്താണ്? സമുദ്രവും ആകാശവും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ 5-ാമത്തെ ദിവസമാണ് അക്വാറ്റിക് ആൻഡ് ബേർഡ് ലൈഫ് വർ ക്രിയേറ്റഡ്. എന്നുവെച്ചാൽ സമുദ്രത്തിലുള്ള ജീവജാലങ്ങൾ, ആകാശവിധാനങ്ങളിലുള്ള പക്ഷികൾ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നു. അത് 5-ാം ദിവസം. 3-ാം ദിവസം നമ്മൾ ആദ്യം തൊട്ട് മുമ്പ് കണ്ടതാണ് ഡ്രൈ ലാൻഡ് ആൻഡ് വെജിറ്റേഷൻ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ 6-ാം ദിവസമാണ് ഈ ഭൂമി പോപ്പുലേറ്റഡ് ആകുന്നത്. ഭൂമിയിലെ ആളുകളും മൃഗങ്ങളും എല്ലാം വരുന്നത് 6-ാം ദിവസമാണ്. അപ്പൊ ഇത് തമ്മിൽ എപ്പോഴും ഒരു ഇണയുണ്ട്. അതാണ് നമ്മൾ കണ്ടത്. 1-ാം ദിവസത്തിന് ഇണയായിട്ട് വരുന്നത് 4-ാം ദിവസമാണ്. 2-ാം ദിവസത്തിന് ഇണയായിട്ട് വരുന്നത് 5-ാം ദിവസമാണ്. 3-ാം ദിവസത്തിന് ഇണയായിട്ട് വരുന്നത് 6-ാം ദിവസം. എന്നാൽ 7-ാം ദിവസത്തിന് ഇണയില്ല. ഇവിടെ മിഡ്രാഷ് അത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. 7-ാമത്തെ ദിവസത്തിന് ഇണയില്ലാതെ പോകുന്നു. എന്നിട്ടോ അന്ന് സാബത്താണ്. ആ ദിവസത്തിന് സാബത്ത് എന്ന് പേര് കൊടുക്കുന്നു. അല്ലെങ്കിൽ സാബത്ത് ഉണ്ടാകുന്നു 7-ാം ദിവസം, അല്ലെങ്കിൽ 7-ാമത്തെ ദിവസം സാബത്ത് ദിനമാണ്. ഈ സാബത്ത്
ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യാണ്. സാബത്തിനൊരു രാജ്ഞിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. സാബത്ത് ഈസ് എ ക്വീൻ. സാബത്ത് ഒരു രാജ്ഞിയാണ്. ഈ രാജ്ഞി ദൈവത്തോട് ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. എന്താണ് രാജ്ഞി കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? നീ ഓരോ ദിവസവും ഒരു ഇണയെ കൊടുത്തിട്ടുണ്ട്, എന്നാൽ എനിക്ക് മാത്രം ഒരു ഇണയെ നീ തന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. അപ്പോൾ ദൈവം എന്താണ് പറയുന്നത്? ഗോഡ് റെസ്പോണ്ടഡ്, ഇസ്രയേൽ വിൽ ബി യുവർ മേറ്റ്, because Israel would accept the command to observe Sabbath. ഇസ്രായേൽ ആയിരിക്കും നിന്റെ തുണ, ഇസ്രായേൽ ആയിരിക്കും നിന്റെ ഇണ. അപ്പൊ ഇണയും തുണയുമായിട്ട്, സാബത്തിന്റെ ഇണയും തുണയുമായിട്ടൊരു സൃഷ്ടി ഉണ്ടാകും. അതാണ് ഇസ്രായേൽ. കാരണം എന്താണ്? ഇസ്രായേലിന് ദൈവം ഒരു കൽപ്പന, ഒരു കമാൻഡ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിന് ദൈവം കൊടുക്കുന്നത് നിയമമുണ്ട്. എന്താണ് നിയമം? എന്നേക്കുമായൊരു നിയമം. നീ സാബത്ത് കാത്തുകൊള്ളണം, സാബത്തിനെ നീ സ്വീകരിച്ചു കൊള്ളണം. അങ്ങനെ സാബത്തിനെ സ്വീകരിക്കുന്ന ഒരു ജനത തന്നെ സാബത്തിന്റെ ഇണയും തുണയുമായിട്ടുണ്ടാകും എന്ന് ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. ബൈസ് ഹാ ലെവി എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേജ്, അദ്ദേഹം പറയുന്നത് സാബത്ത് കംപ്ലൈന്റ് ചെയ്യുന്നത്. സാബത്ത് പറയുന്നു 3 ദിവസം കൊണ്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തു, സൃഷ്ടിക്കപ്പെട്ടു. അടുത്ത 3 ദിവസം കൊണ്ട് അതെല്ലാം അഡോണ്ടായി, അതിനെല്ലാം ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ടായി. 3 ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെല്ലാം അടുത്ത 3 ദിവസം കൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയാണ്. എന്നിട്ട് ദൈവം വിശ്രമിച്ചു. കൊള്ളാം, അത് നന്നായിരിക്കുന്നു. എന്നിട്ട് സാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: 7 ദിവസം 6 ദിവസം കൊണ്ട് നീ എല്ലാം സൃഷ്ടിച്ചു, 7ാമത്തെ ദിവസം നീ വിശ്രമിച്ചു. പക്ഷേ ഇത് പോയി മറ്റുള്ളവരോട്, സമൂഹത്തോട്, ജനത്തോട് ആര് പറയും? മനുഷ്യരോട് ആരിത് പ്രഘോഷിക്കും? ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്ന് ആരാണ് പറയാൻ പോകുന്നത്? കാരണം ദൈവം 6ാം ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞ് 7ാം ദിവസം വിശ്രമിക്കുകയാണ്. പിന്നെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പിന്നെ ഒരു ടോട്ടൽ നിശബ്ദത ഉണ്ടാകുന്നു. ദെൻ ഹൂ വിൽ സ്പീക്ക്? അപ്പോഴാണ് ദൈവം പറയുന്നത്, ഇസ്രായേൽ വിൽ ഡിക്ലെയർ ആൻഡ് ബെയർ ടെസ്റ്റിമണി. ഇസ്രായേൽ ഇത് നാട്ടുകാരോട് പറയും, ഇസ്രായേൽ ഇതിന് സാക്ഷിയായിരിക്കും. ദൈവജനം ദൈവത്തിന്റെ സൃഷ്ടിക്ക് സാക്ഷിയായിരിക്കും എന്ന് പറയുകയാണ്. ബൈസ് ഹാ ലെവി എന്ന് പറയുന്ന സേജിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനാണിത്. അപ്പോൾ ഈ ആകാശത്ത് സൃഷ്ടിക്കപ്പെട്ട ദീപങ്ങൾ, ആ ദീപങ്ങൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? സോ ദാറ്റ് they may serve as signs for set times. അങ്ങനെയാണ്, സൈൻസ് ഫോർ സെറ്റ് ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? അതിന്റെ അർത്ഥം ഇതാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഒത്തോത്ത് എന്ന വാക്കാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഒത്തോത്ത്. ഒത്തോത്ത് എന്ന ആ വാക്കാണ് ഹീബ്രുവിൽ ഉപയോഗിക്കുന്നത്. OTOT, ഒത്തോത്ത്. ഈ സെറ്റ് ടൈംസ് പറഞ്ഞാൽ മോഅദീം എന്നാണ്. മോഅദീം എന്ന് പറഞ്ഞാൽ തിരുനാളുകൾ എന്നാണ്, ഇസ്രായേലിന്റെ തിരുനാളുകൾ. ഈ തിരുനാൾ ദിനങ്ങളെ സൂചിപ്പിക്കാനായിട്ട്, തിരുനാളുകളെ മനസ്സിലാക്കാനായിട്ട്, ജനത്തിന് മനസ്സിലാക്കണമല്ലോ എന്ന് ദിവസമാണ് തിരുനാള്. ദൈവത്തിന്റെ പ്രത്യേകമായ പരിപാലനയെ മനുഷ്യൻ ഓർക്കുവാനും ആദരിക്കുവാനും ആഘോഷിക്കുവാനും അത് തലമുറകൾക്ക് കൈമാറുവാനുമായിട്ടാണ് ഈ തിരുനാളുകൾ കൊണ്ടാടേണ്ടത്. എന്നാൽ ഈ തിരുനാളുകൾ എന്നാണ് എന്ന് എങ്ങനെയാണ് അറിയുന്നത്? അതിന് ചില സെറ്റ് ടൈംസ് ഉണ്ടാകണം. മോഅദീംസ് തിരിച്ചറിയാനായിട്ട്, തിരുനാളുകൾ, ഫെസ്റ്റിവൽസ് തിരിച്ചറിയാനായിട്ട് ചില സെറ്റ് ടൈംസ് ഉണ്ടാകണം.
അതാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രഥമമായിട്ടുള്ള ദൗത്യം. ഋതുക്കളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ എല്ലാ തിരുനാളുകളും സൂര്യചന്ദ്രന്മാരെ ആശ്രയിച്ചാണ് ഇരുന്നത്. അങ്ങനെയാണിരിക്കുന്നത് എന്ന് നമുക്കറിയാം. രണ്ട് കാര്യങ്ങൾ ഇവ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ ആ സർവശക്തി, ഓംനിപൊട്ടൻസ് ഓഫ് ഗാഡ്. ദൈവം ഒരു കലണ്ടർ നിത്യമായിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ്. ഒരു കലണ്ടർ, ഋതുഭേദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പഞ്ചാംഗം പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. രണ്ട്, ദൈവത്തിന് ഇച്ഛയ്ക്കനുസരിച്ച് ഈ പഞ്ചാംഗം മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവം തീരുമാനിച്ചാൽ ഈ ദീപങ്ങളെ അവയുടെ ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനോ ഭ്രമണപഥം നിർത്തി സ്റ്റാൻഡ് സ്റ്റിൽ ആക്കാനോ ഒക്കെ സാധിക്കും. അതാണ് ജോഷുവയുടെ കാലത്ത് സംഭവിച്ചത്. സൂര്യനോട്, സൂര്യ നീ നിൽക്കൂ, നീ താഴ്വരയിൽ നിൽക്കൂ എന്ന് പറയുമ്പോൾ സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നു. നീതിമാനായ മനുഷ്യന്റെ പ്രാർത്ഥന ദൈവം കേട്ട് സൂര്യനെ അവിടെ തന്നെ നിൽക്കുവാനായിട്ട് ദൈവം കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വിൽ, അതാണ് സൂര്യനെ പോലും നിർത്തുവാനുള്ള ഒരു ശക്തി നീതിമാന്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. അതാണ് കർത്താവ് പറയുന്നത്, ഈ കടലിനോട് മാറി, കരയോട് മാറി, കുന്നിനോട് മാറി പോകൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഇല്ലാതാകും, മാറിപ്പോകും. ഈ കുന്ന്, ഈ മല പോയി കടലിൽ പതിക്കാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അത്തിമരം ഉണങ്ങിപ്പോകുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ഈശോയോട് പറയുന്നുണ്ട്. കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് സംഭവിക്കും. ആഗ്രഹിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം പ്രവർത്തിക്കും. കാരണം ദൈവത്തിൻ്റെ ഹൃദയം സ്വന്തമാക്കുന്ന നീതിമാന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ തന്നെ പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. അപ്പോൾ നീതിമാനായ മനുഷ്യൻ ഈ ഓംനിപൊട്ടൻ്റ് ആയിട്ടുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി തൻ്റെ വാക്കുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിവുള്ളവനായത്തക്ക രീതിയിൽ ദൈവം ഈ നീതിമാനെ മാനിക്കുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നീതിമാനായ മനുഷ്യനെ ദൈവം അത്രമാത്രം മാനിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ രണ്ട് ലൂമിനറീസിനെ കുറിച്ച് നമ്മളൊന്നുകൂടെ പഠിക്കുകയാണ്. ഈ ലൂമിനറീസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിന് കാരണം മനുഷ്യർ യഥാർത്ഥമായ പ്രകാശത്തെ കാണാൻ അത്രയ്ക്ക് കഴിവില്ലാത്തവരാണെന്ന് ദൈവം മനസ്സിലാക്കിയെന്നാണ്. The humans could not endure seeing reality that clearly. To make the world tolerable for human, God hid the primordial light until such time as humans would be able to stand it, replacing it with sun and moon. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവത്തിൻ്റെ പുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് ശേഷം പരിസേയി കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അന്ത്യനാളുകളിൽ, എന്താണ് ഈ അന്ത്യനാളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ, അപ്പോൾ മാത്രമേ മനുഷ്യന് സത്യത്തെ നേരായി കാണാൻ സാധിക്കുള്ളൂ. ആ സത്യത്തെ നേരായി കാണാൻ സാധിക്കുന്ന വെളിപ്പാട് കാലഘട്ടത്തിൽ പറയുന്നത് പോലെ മാറാനാത്ത എന്ന് പ്രാർത്ഥിക്കുന്നൊരു കാലഘട്ടം. ദൈവമേ വേഗം വരണമേ, വേഗം വരണമേ. അപ്പോൾ ദൈവം രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യനെ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ സ്വർഗീയ നഗരത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ മനുഷ്യന് സത്യത്തെ അതിൻ്റെ യഥാർത്ഥമായ കണ്ണുകൊണ്ട് അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥയിൽ കാണാൻ സാധിക്കുള്ളൂ. അതുവരെയും സത്യത്തെ ദർശിക്കാൻ മനുഷ്യന് സാധിക്കില്ല. അതുകൊണ്ടാണ് പീലാത്തോസ് എന്താണ് സത്യമെന്ന് ചോദിക്കുമ്പോൾ യേശു ആ ചോദ്യത്തിന് നേരെ കണ്ണടച്ച് കളയാണ്.
കാരണം സത്യം എന്താണെന്ന് ഉൾക്കൊള്ളാൻ സാധാരണ മനുഷ്യന് കാഴ്ചയില്ല. അത് കാഴ്ച കിട്ടാനായിട്ട് വളരെയേറെ ദൈർഘ്യം നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്, സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ വെളിച്ചത്തെ, റിയൽ ലൈറ്റിനെ ദൈവം മറച്ചു വച്ചിരിക്കുകയാണ് മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന്. പകരം ഈ സൂര്യചന്ദ്രന്മാരുടെ വെട്ടം കണ്ടുകൊണ്ട് മനുഷ്യൻ ജീവിക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. ഈ സൂര്യചന്ദ്രന്മാർ തന്നെയും രണ്ട് തരത്തിലുള്ള വെട്ടങ്ങളായിട്ടാണ്, വെളിച്ചമായിട്ടാണ് പറയുന്നത്. ഒന്ന് വലിയ ദീപം, രണ്ട് ചെറിയ ദീപം, രണ്ട് മഹാദീപങ്ങൾ. ഗ്രേറ്റർ ടു ഡോമിനേറ്റ് ദ ഡേ, ലെസർ ടു ഡോമിനേറ്റ് ദ നൈറ്റ്. എങ്ങനെയാണ്? വലിയ ദീപമായ സൂര്യൻ പകലിനെ നയിക്കാൻ വേണ്ടി, പകലിൻ്റെ രാജാവായിട്ട്, ചന്ദ്രൻ രാത്രിയുടെ രാജാവായിട്ട്. അങ്ങനെ രണ്ട് ലൂമിനറീസ് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ചന്ദ്രൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ, അല്ലെങ്കിൽ ചന്ദ്രനെ സൃഷ്ടിച്ച നാളിൽ സൂര്യനെ പോലെ തന്നെ ഒറിജിനലി ഈക്വൽ ഇൻ സൈസ്, എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരേ വലിപ്പവും ഒരേ കഴിവും ഒരേ പ്രാഭവുമുള്ള ലൂമിനറി ആയിരുന്നു എന്നാണ്. പ്രകാശ ദീപമായിരുന്നു, പ്രകാശഗോളമായിരുന്നു. അപ്പോൾ ചന്ദ്രൻ പോയി ദൈവത്തോട് ചോദ്യം ചോദിച്ചു. ഇതാണ് ചോദ്യം: ക്യാൻ ടു കിങ്സ് ഷെയർ സിംഗിൾ ക്രൗൺ? രണ്ട് രാജാക്കന്മാർക്ക് ഒരു കിരീടം ധരിക്കാനായിട്ട് സാധിക്കുമോ? മറ്റൊരു ഭാഷയിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ, ഒരു കാട്ടിൽ രണ്ട് സിംഹം പാടുണ്ടോ എന്നാണ്. ദൈവത്തിന് ചോദ്യം വളരെ പ്രസക്തമാണെന്ന് തോന്നി. വളരെ ന്യായമായൊരു ചോദ്യമാണിത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എന്നാ നീ ഒരു പണി ചെയ്യുക, നീ അങ്ങ് ചെറുതാകുക, മേക്ക് യുവർ സെൽഫ് സ്മോളർ. അപ്പോൾ ചന്ദ്രൻ കരഞ്ഞുകൊണ്ട് ചന്ദ്രൻ ചോദിച്ച ചോദ്യം ഇതാണ്: ഞാൻ ന്യായമായൊരു ചോദ്യം ചോദിച്ചതിന് പേരിൽ എന്നെ നീ എന്തിനെ ചെറുതാക്കി? ദൈവത്തിന് തോന്നി അത് ന്യായമായ ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം അവനൊരു ചെറിയ കോമ്പൻസേഷൻ കൊടുത്തു എന്നാണ്. എന്താണ് ഈ ചന്ദ്രന് കൊടുക്കുന്ന കോമ്പൻസേഷൻ? ചന്ദ്രന് കോമ്പൻസേഷനായിട്ട്, അതിന് പരിഹാരമായിട്ട് ദൈവം കൊടുക്കുന്ന കോമ്പൻസേഷൻ ഇതാണ്: only moon would be seen both by day and night. എന്ന് പറഞ്ഞാൽ പകലും രാത്രിയിലും കാണപ്പെടാനുള്ള പ്രത്യേകമായൊരു വരം കൊടുക്കുകയാണ്. ചന്ദ്രന് മാത്രമേ പകലും രാത്രിയിലും കാണപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല, ചന്ദ്രന് ചുറ്റും ധാരാളം ഓണറായിട്ടുള്ള ധാരാളം നക്ഷത്രങ്ങൾ ചുറ്റും അവന് ഗാർഡ് ചെയ്യാനായിട്ട്, ബോഡി ഗാർഡായിട്ട് കൊടുക്കുകയാണ്. ഇറ്റ് വിൽ ബി അക്കമ്പനീഡ് ബൈ ആൻ ഓണർ ഗാർഡ് ഓഫ് സ്റ്റാർസ്. ധാരാളം നക്ഷത്രങ്ങളുടെ അകമ്പടിയോടുകൂടെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി. നക്ഷത്രങ്ങൾ ചന്ദ്രനേക്കാൾ വലിയ ആളുകളാണ്, വലിയ ഗോളങ്ങളാണ്. എന്നാൽ ഇവരെല്ലാം ചന്ദ്രന് അകമ്പടി നിൽക്കട്ടെ, കാരണം ഇവനങ്ങ് ചെറുതാകാനായിട്ട് തയ്യാറായല്ലോ. ചെറുതാകാൻ തയ്യാറായ ഇവന്, ഈ ചന്ദ്രന് അകമ്പടിയാകുവാനായിട്ട് ബാക്കി സൂര്യതലത്തിലുള്ള, അല്ലെങ്കിൽ ഈ ഭൗമതലത്തിലുള്ള നക്ഷത്രങ്ങളോട് ദൈവം കൽപ്പിച്ചു എന്നാണ്. അങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെ ചന്ദ്രന് അകമ്പടി സേവിക്കുകയാണ്.
അങ്ങനെ അകമ്പടി സേവിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ചെയ്യാനായിട്ട് ദൈവം അനുവാദം കൊടുക്കുകയാണ്. that the Jewish people would calculate months and years according to its phases. ചന്ദ്രൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് വൃദ്ധി ക്ഷയങ്ങൾക്കനുസരിച്ച് യഹൂദ ജനം തിരുനാളുകൾ തീരുമാനിക്കട്ടെ. അങ്ങനെ ചെറുതായ ചന്ദ്രന് ദൈവം കുറേയേറെ ആശീർവാദങ്ങൾ കൊടുക്കുകയാണ്. റബി യോസഫ് ഡോവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ സേജുണ്ട്. അദ്ദേഹം പറയുന്നത്, ദൈവം നിന്നോട് ചെറുതാകാൻ കൽപ്പിച്ചുവെങ്കിൽ നീ ചെറുതാകുന്നത് എത്രയും യുക്തമാണ്. കാരണം കുഞ്ഞുങ്ങൾ അവർ ചെറുതായതുകൊണ്ടാണല്ലോ അധ്യാപകർ അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നത്, അധ്യാപകർ അവരെ പരിശീലിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. എന്താണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? that we pray that child will grow independent of sources and they will become sources of greatness who will enlighten others. അപ്പോൾ കുഞ്ഞായിരിക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവസാനം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇവർ പഠിച്ച് വലുതായി ഗ്രഹണശക്തിയുള്ളവരായി ഒരു അധ്യാപകരെ പോലെ ആയിത്തീർന്ന്, അല്ലെങ്കിൽ അധ്യാപകരെക്കാൾ വലിയ ആളുകളായിത്തീർന്ന് ലോകത്തിന് പ്രകാശം കൊടുക്കട്ടെ, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കട്ടെ, മറ്റുള്ളവർക്ക് ദൈവികമായ അനുഭവങ്ങളെല്ലാം പകരാൻ ഇവർ കഴിവുള്ളവരായിത്തീരട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ചെറുതാകാനായിട്ട് തയ്യാറാകുന്നതുകൊണ്ടാണ്. അപ്പോൾ ചന്ദ്രൻ ഒരു വലിയ പാഠം മനുഷ്യകുലത്തെ പഠിപ്പിക്കുകയാണ്. നീ ചെറുതാകുന്നതിൽ ഭയക്കണ്ട, നീ ചെറുതാകുക. ഈശോ എന്താണ് പറയുന്നത്? ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പിതാവ് തയ്യാറായിരിക്കുന്നു, പിതാവ് തീരുമാനിച്ചിരിക്കുന്നു. കാരണം എന്താണ്? നിങ്ങൾ ചെറിയവരാണ്. ചെറിയവർക്ക് ആണ് ദൈവമെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് നിന്റെ ചെറുമയിൽ നീ വിഷമിക്കേണ്ട. ഈ ഒരു വലിയ പാഠം ഈ 4-ാമത്തെ ദിവസം നമുക്ക് നൽകുകയാണ് തോറ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പഠിച്ച ഈ എപ്പിസോഡിലൂടെ നമ്മൾ കേട്ട കാര്യങ്ങൾ കൂടുതൽ ദൈവവചനത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് പ്രചോദനമാകട്ടെ. വരുന്ന അടുത്ത ക്ലാസ്സിൽ നമ്മൾ 5-ാമത്തെയും 6-ാമത്തെയും ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതുവരെയും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കുക. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.